നമ്മൾ വളർന്നോ അതോ മെലിഞ്ഞോ? അരിവിൽ 50 കടന്നപ്പോൾ താങ്ങാൻ നമ്മളെക്കൊണ്ട് ആവതുണ്ടോ? സംസ്ഥാന സർക്കാരിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ കണക്കുകൾ ഉപയോഗിച്ചുള്ള ഒരു എക്സ്പ്ലെയിനറാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ടി.കെ. റീജിത്ത്. അരിവില 50 കടന്നപ്പോൾ ഒരൊറ്റ ചോദ്യം: ഇത് താങ്ങാൻ നമുക്ക് കെൽപ്പുണ്ടോ? ആ ചോദ്യത്തിന് ലളിതമായ ഉത്തരം വരുമാനം കൂടിയിട്ടുണ്ടെങ്കിൽ താങ്ങാം എന്നാണ്. അങ്ങനെ വരുമാനം കൂടിയോ എന്ന് വെച്ചാൽ 2 വർഷം മുമ്പുണ്ടായിരുന്നതിൽ നിന്ന് വരവ് കൂടിയോ എന്നാണ് ചോദ്യം. അതിലുള്ള ഉത്തരത്തിലേക്കാണ് നമ്മുടെ പോക്ക്. ആദ്യം ഈ വിലക്കയറ്റം എന്ന് പറയുന്നത് ഉള്ളതാണോ എന്ന് നോക്കാം. അരി പല വിധമുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന 2 ഇനങ്ങൾ എടുക്കുകയാണ്. ആദ്യത്തേത് ചുവന്ന മട്ടയരി. ഇപ്പോഴത്തെ വില 51 രൂപ 36 പൈസ. 2 വർഷം മുമ്പ്, അതായത് 2022 ജനുവരി 22-ന് 40 രൂപ 86 പൈസ, കൂടിയത് 25%. അടുത്തത് വെള്ളയരി. ഇപ്പോൾ 45 രൂപ 58 പൈസ. 2 വർഷം മുമ്പ് 37 രൂപ 17 പൈസ, വർധന 21.54%. ദോശയോ ഇഡലിയോ ഉണ്ടാക്കാൻ ഒപ്പം ഉഴുന്ന് വേണം. അതിൻ്റെ വിലയിലെ വർധന 21.45%. വേഗം ഒരു 3 ഇനങ്ങൾ കൂടി നോക്കാം. തുവരപ്പരിപ്പിന്റെ വില പോയത് കണ്ടോ? 112 രൂപ 57 പൈസയിൽ നിന്ന് 170 രൂപ 46 പൈസയിലേക്ക്. എത്രയാ വർധന? 51%. മുട്ടയുടെ കാര്യം താഴെയിട്ട് പൊട്ടിക്കാതെ കൊണ്ടു നടക്കണം. ഡസൻ അഥവാ 12 എണ്ണത്തിന് 59 രൂപ 91 പൈസയിൽ നിന്ന് 73 രൂപ 5 പൈസ. ഇതെല്ലാം സംസ്ഥാന ശരാശരിയാണ്. ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കുന്നതാണ്, കള്ളമില്ലാത്തതാണ്. അപ്പോൾ മുളകില്ലാതെ ഒരു കാര്യവും നടക്കില്ലല്ലോ. വറ്റൽ മുളക് വർധന ഇതാ 28%. സ്ഥിരം വാങ്ങുന്നവർക്ക് ഇതിലൊന്നും സംശയമുണ്ടാകാൻ വഴിയില്ല. 3 ഇനം പച്ചക്കറികളുടെ കാര്യം കൂടി നോക്കി നമുക്ക് വിഷയത്തിലേക്ക് വരാം. വെണ്ടയ്ക്കയ്ക്ക് 15.94% വർധന, ഏതാണ്ട് 16% എന്ന് പറയാം. ബീൻസൊക്കെ വാങ്ങാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട് എന്ന് സംശയമാണ്. 60 രൂപ 71 പൈസയിൽ നിന്ന് 81 രൂപ 38 പൈസയിലേക്ക്, കൂടിയത് 34%. വെള്ളരിക്കയ്ക്ക്, സംഭവം കുക്കുംബർ തന്നെ, 26% കൂടുതലാണ് വർധന. വില കൂടി എന്നതിൽ ഇനി സംശയമുണ്ടാകില്ലല്ലോ. അപ്പോൾ ഇതേ കാലത്ത് നമ്മുടെ വരുമാനം കൂടിയോ? ശമ്പളം കിട്ടുന്നവർക്ക് 2 വർഷം മുമ്പത്തെയും ഇപ്പോഴത്തെയും ബാങ്ക് പാസ്ബുക്ക് നോക്കിയാൽ കാര്യമറിയാം. ഒരു നാടിന്റെ മൊത്തം വരുമാന നില അറിയാൻ ഒരു കണക്കുണ്ട്. ആളോഹരി GDP അഥവാ ആളോഹരി ഉൽപാദനം. ഒരു തലയ്ക്ക് എത്ര കാശ് നാട്ടിൽ വരുന്നു എന്നതാണ് ചോദ്യം. കേരളത്തിൽ 2 വർഷം മുമ്പ് ആളോഹരി വാർഷിക വരുമാനം 1,59,878 രൂപ. ഇക്കഴിഞ്ഞ വർഷം അത് 1,62,992 രൂപ. വർധന 1.96%. അതായത് 2% താഴെ മാത്രം. ഇത് മതിയോ പിടിച്ചു നിൽക്കാൻ? ഇതറിയാനുള്ള കണക്ക്. മുമ്പ് കണ്ട 9 ഇനങ്ങളുടെ ശരാശരി വില വർധന 27.44%. നമ്മുടെ വരുമാനത്തിലെ കയറ്റം 1.96%. അപ്പോൾ നമ്മൾ മെച്ചപ്പെട്ടോ? അതറിയാനിതാ ഒരു വഴിയുണ്ട്. 2 വർഷം മുമ്പ് നമ്മൾ എവിടെയായിരുന്നോ അതേ നിലയിലെത്തണമെങ്കിൽ വരുമാനത്തിൽ 27.44% കൂടണം. ഒന്ന് മെച്ചപ്പെട്ടു എന്ന് പറയാൻ 37.44% വർധന വേണം. അതായത് 10% കൂടുതൽ വരണം എന്നർത്ഥം. ഇപ്പോൾ സംസ്ഥാനത്തൊട്ടാകെ 2% താഴെ മാത്രമാണ് വർധന. ഓരോരുത്തരും അവരവരുടെ വരുമാന വർധന സ്വയം നോക്കി തീരുമാനിക്കാം, മെച്ചപ്പെട്ടോ ഇല്ലയോ എന്ന്. ഇനി ഒട്ടും സംശയമുണ്ടാകില്ല എന്ന് കരുതുന്നു. നമ്മൾ വളരുകയാണോ മെലിഞ്ഞോ എന്ന് അറിയാൻ.